നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 81 നിയമസഭാ സീറ്റുകളാണ് ജാർഖണ്ഡിൽ ഉള്ളത്. നിലവിൽ ചമ്പൈ സോറൻ എന്ന മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി, JMMൻ്റെ നേതാവായിരുന്ന വ്യക്തിയെ ചാക്കിട്ട് പിടിച്ചാണ് BJP അവിടെ കുതിരക്കച്ചവടത്തിൻ്റെ ഒരു സാധ്യത തെളിയിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുക വഴി അവിടെ ഭരണ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പത്നി കൽപ്പന സോറനും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ വെല്ലുവിളിയൊക്കെ അനായാസം നേരിട്ടു. ചമ്പൈ സോറനെ ഇടക്കാലത്ത് മുഖ്യമന്ത്രിയാക്കാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് കൃത്യമായും ഹേമന്ത് സോറന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണം വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുന്ന എല്ലാ പെരുമാറ്റവും ചമ്പൈ സോറനിൽ നിന്നും നേരത്തെ ഉണ്ടായി തുടങ്ങിയെന്ന് കൃത്യമായി തന്നെ അണികൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. JMMൻ്റെ രാഷ്ട്രീയ രീതിയോട് ചമ്പൈ സോറൻ അകരാൻ തുടങ്ങിയപ്പോഴേ അദ്ദേഹം സംഘപരിവാറിന് എത്രത്തോളം വിധേയപ്പെട്ടു എന്ന് കൃത്യമായി മനസ്സിലാക്കണമായിരുന്നു എന്നാണ് ഹേമന്ത് സോറൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇനിയും വൈകിട്ടില്ല. ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ പാർട്ടിയിൽ വെച്ച് പൊറിപ്പിച്ചതിന് കൃത്യമായും തിരിച്ചടി പാർട്ടിക്കല്ല, അങ്ങനെയുള്ളവർക്ക് തന്നെയായിരിക്കും വ്യക്തിപരമായി കിട്ടുക എന്ന വാക്യമാണ് ചമ്പൈ സോറനെതിരെ ഇപ്പോൾ ഹേമന്ത് സോറൻ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ് അവിടെ ശക്തമായി മുന്നേറാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസ് അവിടെ BJPക്ക് ബദലായി പല മേഖലയിലും കടന്നുകൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നഗരഹൃദയങ്ങളിൽ അത് അതിശക്തമായി മാറ്റിയെടുക്കാൻ കഴിയുന്നുമുണ്ട്. JMMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ബാങ്ക് എന്നത് ആദിവാസി വിഭാഗവും അതുപോലെ തന്നെ പിന്നാക്ക ട്രൈബൽ വിഭാഗവും തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം OBC വോട്ടുകൾ വളരെയധികം നിർണായകമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി 5 കൊല്ലം പൂർത്തീകരിച്ച ആദ്യ മുഖ്യമന്ത്രി രഘുബാർ ദാസ് തന്നെയാണ്. അതിനു മുമ്പ് അർജുൻ മുണ്ട ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിലും കാലാവധി തികച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അർജുൻ മുണ്ടയെ ഉൾപ്പെടെ JMMലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം നടത്തുകയാണ്. BJPയിൽ അർജുൻ മുണ്ടെ നിൽക്കുന്നതിൽ തന്നെ വലിയ താല്പര്യം BJP നേതൃത്വത്തിനില്ല, നരേന്ദ്രമോദിക്കുമില്ല. ഇപ്പോഴത്തെ മോദിയുടെ സർക്കാരിൽ അർജുൻ മുണ്ടയെ കേന്ദ്രമന്ത്രിയാക്കാത്തതിൽ പിന്നാക്ക വിഭാഗം, അതായത് ട്രൈബൽ വിഭാഗങ്ങൾ വലിയ രീതിയിൽ എതിർപ്പിൽ തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതോടുകൂടി അവിടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, യശ്വന്ത് സിൻഹയുടെ മകൻ ജയന്ത് സിൻഹ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആഘാതം കൂടിക്കൂടി വരികയല്ലാതെ കുറയുകയില്ല. അതൊരു കൃത്യമായ സൂചന തന്നെയായിരിക്കും. അതായത് രാഷ്ട്രീയപരമായി അർജുൻ മുണ്ടയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ജയന്ത് സിൻഹയെ സംബന്ധിച്ചിടത്തോളവും BJPക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ളത് അവർ ഏറെ നാളായി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരു വേദി ഒരുങ്ങിയാണ് 2024 ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ്.